എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ ഒരു 7:30 മണി അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ കപ്പക്കിഴങ്ങ് വാങ്ങിയത് ഞാൻ കാണിച്ചിരുന്നു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പുഴുങ്ങിക്കഴിഞ്ഞാൽ ബാവട്ടിനെ കൊടുത്തുവിടാം, പുറത്തുനിന്നൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ എന്തെങ്കിലും ആക്കുമ്പോൾ എന്തായാലും മൂപ്പറ സമയത്ത് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ ചോറ്റുപാത്രത്തിൽ അങ്ങ് കൊടുത്തുവിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇങ്ങനെയല്ല ഞാൻ പുഴുങ്ങൽ, മുറിച്ചിട്ടിട്ട് ഉപ്പും പച്ചമുളകെല്ലാം ചേർത്തിട്ട് അങ്ങനെയാണ് പുഴുങ്ങിയെടുക്കൽ. പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് ആക്കണമെന്നുള്ളൊരു പൂതി വന്ന്. അപ്പോൾ നമ്മളത് എന്താ വെച്ചാൽ അത് അപ്പം തന്നെ അങ്ങ് ഇതാക്കണ്ടേ, ഇങ്ങനെ ഇങ്ങ് എടുക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാനിതെങ്ങനെയാണെന്നോ, ഇത് 3 ഇട്ടിട്ട് കുക്കറിൻ്റെ അകത്ത് നല്ലോണം ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ടല്ലോ ഇത് കിട്ടും. ഇത് നോക്കുമ്പോൾ നല്ലോണം കണ്ട നല്ലോണം തണിഞ്ഞതിന് ശേഷം തോലെല്ലാം പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട്. ഇത് നമ്മൾ ഈ രാവിലെ തന്നെ അങ്ങനെയൊന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്തേ പറ്റും. എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു രീതിയും അങ്ങനെയാണ്. എനിക്ക് നടത്താൻ പറ്റുന്നൊരു സംഭവങ്ങളാണെങ്കിൽ എനിക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം. അതിന് രാവിലെ ഉച്ച രാത്രി എന്നൊന്നുമില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ അത് പുഴുങ്ങിയിട്ട് ഇതങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചക്ക് തിന്നുകയും ചെയ്യാമല്ലോ. ഉച്ചക്കെല്ലാം ഒരു 11 മണിക്കൊരു ഗ്ലാസ് ചായ എൻ്റെ കൂടി കഴിക്കാമല്ലോ. ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ ഇതാക്കി തോല് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല കാന്താരിയും പിന്നെ ഉപ്പും ചെറിയുള്ളിയും ഇതാക്കിയിട്ടുള്ള സംഭവം, അടിപൊളി സംഭവം. ഇനിയില്ല എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കപ്പക്കിഴങ്ങ് നമ്മൾ ആദ്യമെല്ലാം വെറുതെ അപ്പാട് തിന്നും. ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും, അങ്ങനെ എരിവൊന്നും വേണ്ട ആവശ്യമില്ല. അന്നേരം ഈ സംഭവം തിരിഞ്ഞ് നോക്കുകയില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഇല്ല. പക്ഷേ ഇങ്ങനെയല്ല ഇപ്പോൾ ഓരോരുത്തർ തിന്നുന്ന കാണുമ്പോൾ ഇങ്ങനെ എടുക്കുക. നല്ല മധുരമുണ്ട്, അതിൻ്റെ അകത്ത് ഇതിൻ്റെ എരിവും കൂടി ആകാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിക്കുക. നല്ല മധുരമുള്ള കപ്പക്കിഴങ്ങ് കേട്ടോ. അങ്ങനെ ഒന്നും പറയുന്നില്ല, നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഇതിന് കുറച്ചും എടുക്കുക. എന്നിട്ട് ഈ കാന്താരിയും ഇതും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർക്കുക. എന്നിട്ട് നല്ല ഇതിപ്പം ശരിക്കും എൻ്റെ അമ്മയെല്ലാം കണ്ടിട്ടുണ്ട്, പറയും ഇനി ഇതൊന്നും തിന്നില്ലല്ലോ, ഇതെന്താ. അതങ്ങനെയാണ്, ഓരോരോ മാറ്റങ്ങളാണ്. ഇപ്പം ഇത് എനിക്ക് തിന്നാൻ ഇഷ്ടമാണ്, തിന്നാൻ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചില ദിവസമല്ലോ. അപ്പോൾ അടിപൊളി. രാവിലെ തന്നെ വയറ്റിലാക്കുമ്പോൾ എന്തെങ്കിലും വരുമെന്നൊന്നും അതും അറിയില്ല. കപ്പക്കിഴങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.